5 in red in the middle. Ronaldo! റൊണാൾഡോ ഇതിഹാസം തന്നെയാണ്. ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ വിമർശകരുടെ വായടപ്പിച്ച ബൂട്ടുകൾ കൊണ്ട് മറുപടി നൽകി CR7. കഴിഞ്ഞ മത്സരങ്ങളിൽ തിളങ്ങാനാകാതെ വന്നപ്പോഴൊക്കെയും ആരാധകർ പോലും റോണോയിൽ സംശയം ഉന്നയിച്ചു. പക്ഷേ പ്രായം വെറും നമ്പർ മാത്രമാണെന്ന് ഈ 41-കാരൻ തെളിയിച്ചു. ഉസ്ബെക്കിസ്ഥാനെതിരെ 2 തകർപ്പൻ ഗോളുകൾ, അത് മതിയായിരുന്നു വിമർശകരുടെ വായടപ്പിക്കാൻ. എല്ലാം അവസാനിച്ചുവെന്ന് ലോകം വിധിയെഴുതിയ ഇടത്തുനിന്നാണ് കൂടുതൽ കരുത്തനായി അയാളുടെ തിരിച്ചുവരവ്. ഹൂസ്റ്റണിൽ കണ്ട ആരാധകരുടെ പഴയ റോണോയുടെ പോരാട്ട വീര്യത്തിന് ലോകം ഒന്നടങ്കം അതിശയത്തോടെ കൈയടിക്കുന്ന കാഴ്ച. 2026 ലോകകപ്പിൽ ഗ്രൂപ്പ് കെ പോരാട്ടത്തിൽ ഉസ്ബെക്കിസ്ഥാനെതിരെ ലക്ഷ്യം കണ്ടതോടെ ചരിത്രം വഴിമാറി. 6 വ്യത്യസ്തമായ ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ചരിത്രത്തിലെ ആദ്യത്തെ താരമായി ക്രിസ്ത്യാനോ റൊണാൾഡോ. ഇരട്ട ഗോളുകളിലൂടെ പോർച്ചുഗലിന്റെ ലോകകപ്പ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഗോൾ വേട്ടക്കാരൻ എന്ന റെക്കോർഡും റോണോയ്ക്ക് സ്വന്തമായി. ഇനി വിശ്വ കിരീടം എന്ന നേട്ടത്തിനായി ഇതിഹാസത്തിന്റെ അവിശ്വസനീയ യാത്ര തുടരുകയാണ്. On the surge with Bruno Fernandes, Cristiano Ronaldo! ഉസ്ബെക്കിസ്ഥാനെതിരെ എതിരില്ലാത്ത 5 ഗോളുകൾക്കാണ് പോർച്ചുഗൽ വിജയിച്ചു കയറിയത്. നൂനോ മെൻഡസ്, റാഫേൽ ലിയാവോ എന്നിവരും പോർച്ചുഗലിനായി ഗോളുകൾ നേടി. നോക്കൌട്ട് ഘട്ടത്തിലേക്ക് മുന്നേറാൻ വിജയം മാത്രം ലക്ഷ്യമാക്കി ഇറങ്ങിയ ഇംഗ്ലീഷ് ആക്രമണ നിരക്ക് അപ്രതീക്ഷിത തിരിച്ചടി. ഗോൾ രഹിത സമനിലയിൽ പൂട്ടി ആഫ്രിക്കൻ ശക്തികളായ ഘാന. ലോകകപ്പിലെ എൽ ഗ്രൂപ്പ് മത്സരത്തിൽ അനായാസ ജയം തേടിയെത്തിയ ഹാരി കെയ്നും സംഘത്തിനും നിരാശ. ഘാനയുടെ പോരാട്ട വീര്യത്തിനു മുന്നിൽ പേരുകേട്ട ഇംഗ്ലീഷ് മുന്നേറ്റ നിര വിറയ്ക്കുന്ന കാഴ്ചയാണ് ഇന്ന് കാണാനായത്. റൗണ്ട് ഓഫ് 32-ലേക്ക് യോഗ്യത നേടാൻ പനാമയ്ക്കെതിരായ മത്സരം ഇംഗ്ലണ്ടിന് ഇതോടെ വിജയിച്ചേ തീരൂ. ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടിനോട് 4-2 തോൽവി വഴങ്ങിയ ക്രൊയേഷ്യയ്ക്ക് ടൂർണമെന്റിലെ ലൈഫ് ലൈൻ നീട്ടിക്കിട്ടി. ബുധനാഴ്ച രാവിലത്തെ മത്സരഫലം ഇതായിരുന്നു. ക്രൊയേഷ്യൻ ഇതിഹാസം ലൂക്ക മോഡ്രിച്ചിന്റെ അവസാന ആട്ടം ആരാധകർക്ക് തുടർന്നും കാണാൻ അവസരം. പനാമയെ ഏകപക്ഷീയമായ 1 ഗോളിന് തോൽപ്പിച്ച ക്രൊയേഷ്യ നിർണായകമായ 3 പോയിന്റുകളും സ്വന്തമാക്കി. കോങ്കോയെ തകർത്ത് കൊളംബിയ നോക്കൌട്ട് ഘട്ടം ഉറപ്പിച്ചു. കെ ഗ്രൂപ്പിലെ പോരാട്ടത്തിൽ മറുപടിയില്ലാത്ത 1 ഗോളിനാണ് കൊളംബിയയുടെ വിജയം. 76-ാം മിനിറ്റിൽ ഡാനിയൽ മുനോസാണ് കൊളംബിയയുടെ വിജയ ഗോൾ നേടിയത്. ലോകകപ്പിലെ 2ാം ജയത്തോടെ കൊളംബിയ 6 പോയിന്റുമായി കെ ഗ്രൂപ്പിൽ ഒന്നാമതെത്തി. പോർച്ചുഗലിനെ പിന്തള്ളിയാണ് കൊളംബിയയുടെ നേട്ടം.